ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാറുണ്ടല്ലോ ഇങ്ങനെ ഒരു നിസ്സഹായാവസ്ഥ. എന്നാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്ത ചില സമയങ്ങൾ, ഇനി എന്ത് പ്രാർത്ഥിക്കണം എന്നറിയില്ല, ഇനി എങ്ങനെ പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് മനോഭാവത്തോടു കൂടി ഇരിക്കണം, എന്ത് ആറ്റിറ്റ്യൂഡോടുകൂടി ഇരിക്കണം, ഇനി എങ്ങനെ പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ ഒന്ന് അറിയാതെ പോകുന്ന ചില സമയങ്ങളുണ്ട്. ഭയങ്കരമായൊരു നിസ്സഹായാവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം 143. ഓർത്തിരിക്കാൻ എളുപ്പമാണ്. 143 പെട്ടെന്ന് മനസ്സിലിരിക്കും. 143 സങ്കീർത്തനം ശരിക്കും പറഞ്ഞാൽ ഒരു യാചനയാണ്, ഒരു കരുണയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ഒരു നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞാൽ ഈ സങ്കീർത്തനം പഠിപ്പിക്കുകയാണ്. എങ്ങനെ പ്രാർത്ഥിക്കണം, നമ്മുടെ ഉള്ളിലുള്ള മനോഭാവം എങ്ങനെയായിരിക്കണം, ആ പ്രാർത്ഥനയുടെ രീതി എന്തായിരിക്കണം, ആ പ്രാർത്ഥനയ്ക്ക് ഒടുക്കം നമ്മൾ നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം കൂടെ. നിങ്ങളിപ്പോൾ വീട്ടിൽ ബൈബിളൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലൊക്കെയാണ്, ഒരു യാത്രയിലൊന്നും അല്ലെങ്കിൽ 143 സങ്കീർത്തനം നമുക്ക് എടുക്കാം. കരുണയ്ക്കും സഹായത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥന എന്നാണ് ദാവീദിൻ്റെ വളരെ സുന്ദരമായ സങ്കീർത്തനങ്ങളൊന്നാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ ഒരു ഭക്തൻ ഇല്ലെങ്കിൽ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ, അയാൾ എന്ത് പ്രശ്നത്തിൽ കൂടെ കടന്നു പോയാലും സഹായിക്കാൻ മറ്റാരുമില്ല, ദൈവം മാത്രമേ ആശ്രയിക്കാനുള്ളൂ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം എന്നൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ വളരെ നിസ്സഹായ ഒരവസ്ഥയിൽ എങ്ങനെ പ്രാർത്ഥിക്കണം, എന്ത് മനോഭാവത്തോടെ, എന്ത് ആറ്റിറ്റ്യൂഡോടുകൂടി പ്രാർത്ഥിക്കണമെന്ന് ദാവീദ് അവിടെ പറയുന്നുണ്ട്. 143 സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: കഴിഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നു, അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയും ഇതുവരെ കർത്താവ് ചെയ്ത എല്ലാ കാര്യങ്ങളെക്കുറിച്ച്, നന്മകളെക്കുറിച്ച് ധ്യാനിക്കുക. ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകാമെന്ന് വിചാരിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിലെ, നമ്മുടെ കരിയറിലെ, നമ്മുടെ ശുശ്രൂഷയിലെ, പഠനത്തിൽ എന്ത് തന്നെ ആവട്ടെ, കുടുംബജീവിതത്തിലെയോ സമൂഹത്തിലെയോ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കൂടെ നമ്മൾ കടന്നു പോവാണ്, നിസ്സഹായരായിട്ട് നിൽക്കുകയാണ്, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട്, ഇത്രയും വലിയൊരു വെല്ലുവിളി, ഇത്രയും വലിയൊരു പർവ്വതം പോലൊരു പ്രശ്നം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് എ റിയാലിറ്റി, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാ ചെയ്യേണ്ടത് നമുക്ക് അറിഞ്ഞുകൂടാ. ചെയ്യേണ്ട ആദ്യത്തെ കാര്യം എന്താണ്? കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുക. എന്ന് വെച്ചാൽ കഴിഞ്ഞ സങ്കടങ്ങളെക്കുറിച്ചോ, കഴിഞ്ഞ കണ്ണുനീരുകളെക്കുറിച്ചോ, ഇത്രയും കാലം കിട്ടിയ വിഷമങ്ങളെക്കുറിച്ചോ അല്ല, നാളിതുവരെ ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് ഓർക്കുക. നോർത്ത് നോക്കിയേ, ഇപ്പം നമ്മൾ ഇപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ജീവിതത്തിൽ ആദ്യമായിട്ടല്ലല്ലോ ഒരു പ്രശ്നത്തെ ഫേസ് ചെയ്യുന്നത്. ഇതിനു മുമ്പും ഇതുപോലെയോ ഇതിലും വലുതായ പ്രശ്നങ്ങളോ ഇതിന് സമാനമായ പ്രശ്നങ്ങളോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരിട്ടിട്ടുണ്ട്, അതിനെയൊക്കെ അതിജീവിച്ചിട്ടുമുണ്ട്. എപ്പോഴും ദൈവം സഹായത്തിന് കൂടെ ഉണ്ടാകുന്നു. ചില പ്രാർത്ഥനകൾ വൈകിയെങ്കിലും, ചിലതിന് ഉത്തരം കിട്ടാതെ പോയെങ്കിലും ഇതിനെയൊക്കെ അതിജീവിക്കാനും പിടിച്ചു നിൽക്കാനും ഒക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, സഹായിച്ചു. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രശ്നത്തെ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാവേണ്ട മനോഭാവം എന്താണ്? കഴിഞ്ഞ കാര്യങ്ങൾ ഓർക്കുക, നാളിതുവരെ ദൈവം ചെയ്ത നന്മകളൊക്കെ ഓർക്കുക. 143-5 അങ്ങനെയാണ്: അവിടുന്ന് ചെയ്ത എല്ലാ കാര്യങ്ങളെയും പറ്റി ഞാൻ ധ്യാനിക്കുന്നു. ഇത്രയും കാലം പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ, ഇതിന് മുമ്പും ബുദ്ധിമുട്ടുകൾ ഉണ്ടായില്ലേ, എന്നിട്ടും എൻ്റെ ഈശോ ഇതിനെ അതിജീവിക്കാൻ എനിക്ക് ശക്തി നൽകിയില്ലേ? അതുകൊണ്ട് ആ കഴിഞ്ഞ കാലത്ത് ഉണ്ടായ വെല്ലുവിളികൾ, ആ വെല്ലുവിളികളെ നിങ്ങൾ നേരിട്ടത്, അതിനെ ദൈവം സഹായിച്ചതിനെയൊക്കെ ഓർക്കുക. ഇപ്പം ഈ പ്രശ്നത്തിലേക്ക് അധികം ഫോക്കസ് ചെയ്യണം എന്നൊരു ടെംപ്റ്റേഷൻ, ഒരു പ്രലോഭനം വന്നാലും നിങ്ങൾ ആ കഴിഞ്ഞ കാലത്ത് ഇതുപോലെയോ ഇതിനും വലുതായ പ്രശ്നങ്ങളോ ഉണ്ടായപ്പോൾ ദൈവം സഹായിച്ചതിനെ ഓർക്കുക. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. ഇനി അടുത്ത കാര്യം, അതിൻ്റെ തുടർച്ചയായിട്ട് കാണുന്നുണ്ട്: അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നു. 5-ാമത്തെ വാക്യത്തിൽ തന്നെയാണ്: ദൈവം സർവശക്തനാണെന്നും ഇപ്പം എൻ്റെ മുമ്പിൽ വലിയ പർവ്വതം പോലെ നിൽക്കുന്ന ഈ പ്രശ്നം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് നിസ്സാരമാണെന്ന് ഓർക്കുക. സർവശക്തൻ്റെ ശക്തിയെ നമ്മൾ കുറച്ച് കാണണ്ട. എൻ്റെ ദൈവത്തിന് ഇത് അസാധ്യമല്ല. ഈ ബുദ്ധിമുട്ടുകളെ മാറ്റാനോ, ഈ കണ്ണുനീരിനെ മാറ്റാനോ, ഞാൻ തോറ്റുപോകുമെന്ന് തോന്നുന്ന ഈ ഒരു സിറ്റുവേഷനെ അതിനെ തോൽപ്പിച്ചോടിക്കാനും സർവശക്തനാണ് ദൈവം. അവിടുത്തെ ശക്തമായ പ്രവൃത്തികളെക്കുറിച്ച് ഞാൻ ധ്യാനിക്കുന്നു. അപ്പോൾ ആ മനസ്സിൽ ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുക: ദൈവം ഇതുവരെ ചെയ്ത നന്മകൾ, ആ ചെയ്ത ദൈവം സർവശക്തനാണ്, ഈ പ്രശ്നത്തെയും അതിജീവിക്കാനുള്ള ശക്തി നൽകാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. നമ്മുടെ മനോഭാവം ഇങ്ങനെ ആയിരിക്കണം. ഇനി പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചാണ് 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുക. നമ്മളവിടെ ഇങ്ങനെ വായിക്കുക: ഞാൻ അങ്ങയുടെ നേർക്ക് കരങ്ങൾ വിരിക്കുന്നു, ഉണങ്ങി വരണ്ട നിലം പോലെ എൻ്റെ ഹൃദയം അങ്ങേക്ക് ദാഹിക്കുന്നു. 7-ാമത്തെ വാക്യം: കർത്താവേ, എനിക്ക് വേഗം ഉത്തരമരുളണമേ. 6-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങനെ പ്രാർത്ഥിക്കണം? കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ അതൊരു ആശ്രയത്വത്തിൻ്റെ അടയാളമാണ്. എനിക്ക് വേറെ ആരുടെ നേരെയും കൈനീട്ടാനില്ല, എനിക്കിനി മുട്ടാൻ വേറെ വാതിലുകളില്ല, ഞാനിനി ആശ്രയിക്കാൻ മറ്റൊന്നിലേക്കും പോകുന്നില്ല. കർത്താവേ, ഞാൻ അങ്ങയുടെ നേരെ കരങ്ങൾ നീട്ടിപ്പിടിക്കുകയാണ്, അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, എൻ്റെ നിലവിളിക്ക് ഉത്തരം അങ്ങ് നൽകണമേ. 6-ാമത്തെ വാക്യത്തിൽ ഒരു വലിയ കാര്യം കിടപ്പുണ്ട്: ഉണങ്ങി വരണ്ട നിലം പോലെ ഞാൻ അങ്ങേക്ക് വേണ്ടി ദാഹിക്കുകയാണ്. അപ്പോൾ ഈശോയ്ക്ക് വേണ്ടി നമ്മൾ ദാഹിക്കുമ്പോൾ, ഈശോയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ദൈവത്തിൻ്റെ സന്നിധിയിൽ കൈനീട്ടിപ്പിടിച്ച് അവിടത്തേക്ക് ആശ്രയത്തെ സമർപ്പിക്കുമ്പോൾ
അത്ര വലിയൊരു ദാഹത്തോടെ വേണം. എൻ്റെ ഈശോയാണ്, ആ ഈശോയെ കൂടാതെ എനിക്കൊന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് ഈ പ്രശ്നത്തെക്കാൾ, ഈ ബുദ്ധിമുട്ട് മാറി എനിക്ക് വരുന്ന സന്തോഷത്തെക്കാൾ, ഈ കണ്ണുനീര് മാറി നാളെ വരുന്ന അനുഗ്രഹത്തെക്കാൾ എനിക്ക് പ്രധാനം എൻ്റെ ഈശോയാണെന്ന് പറഞ്ഞ് ഈശോയ്ക്ക് വേണ്ടി, ദൈവസാന്നിധ്യത്തിന് വേണ്ടി ദാഹിക്കുക. പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ദൈവത്തിന് വേണ്ടി ആദ്യം ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് ഈശോ തന്നെ പറയുന്നില്ലേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി, അവിടുത്തെ കാര്യങ്ങൾ അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുക, ഈശോ ബാക്കി നമുക്ക് തരും. കാരണം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കും, ഈശോയെ നേടുകയും ചെയ്താൽ പിന്നെ നമുക്കെല്ലാം തരേണ്ടതും നമ്മുടെ ഈ കണ്ണുനീര് മാറ്റേണ്ടതും ഒക്കെ ഈശോയുടെ സ്നേഹത്തിലുള്ള ഒരു ഉത്തരവാദിത്തമാണ്. അത് ഈശോ ചെയ്യുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ മനോഭാവം അങ്ങനെ ആയിരിക്കണം, നമ്മുടെ പ്രാർത്ഥന രീതി ആയിരിക്കണം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം 8-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കും, പ്രഭാതത്തിൽ ഞാൻ അങ്ങയുടെ കാരുണ്യത്തെ പറ്റി കേൾക്കട്ടെ, എന്തെന്നാൽ അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. പ്രധാനപ്പെട്ട ഒരു ഫ്രേസാണത്, ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണമേ. നമ്മൾ തുടങ്ങിയത് അങ്ങനെയാണല്ലോ, ഒരു നിസ്സഹായാവസ്ഥയാണ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി എങ്ങോട്ട് നീങ്ങണം, ആർക്ക് കൈ കൊടുക്കണം, ആരോട് പോയി ചോദിക്കണം, ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല. ഇനി അടുത്ത എന്താണ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ, നിസ്സഹായാവസ്ഥയാണ്. അപ്പം നമ്മൾ ഈശോയോട് നേരിട്ട് പറയാണ്, കർത്താവേ, ഇനി ലോകം കാണിച്ചു തരുന്നതോ മനുഷ്യർ കാണിച്ചു തരുന്നതോ വഴിയല്ല, അങ്ങ് നേരിട്ട് എന്നെ വഴി പഠിപ്പിക്കണമേ. ഞാൻ നടക്കേണ്ട വഴി അങ്ങ് എന്നെ പഠിപ്പിച്ചു തരണം. ഇത്രയും കാലം ചിലപ്പോൾ നമ്മൾ നമ്മുടേതായ വഴി തീരുമാനിച്ചു, നമ്മൾ നടന്നു, തട്ടി വീണു, അബദ്ധങ്ങൾ കാണിച്ചു. ചില ആളുകൾ നമുക്ക് വഴി കാണിച്ചു തന്നു, തെറ്റായ വഴികളൊക്കെ ആയിരുന്നു, അബദ്ധത്തിലേക്ക് വീഴുന്ന വഴികളൊക്കെ ആയിരുന്നു, നമ്മളെ നടന്നതിനെക്കാട്ടും വലിയ പടുകുഴികളിലേക്കായിരുന്നു ചെന്നെത്തിപ്പെടുന്നത്. ഇനി കർത്താവിൻ്റെ കയ്യിലോട്ട് കൈ കൊടുത്തിട്ട് നമ്മൾ പറയാണ്, കർത്താവേ, ഇനി വഴിയും സത്യവും ജീവനും വെളിച്ചവുമായ ഇടയനായ വാതിലായ അങ്ങ് എന്നെ വഴി നടത്ത്. ഞാൻ ഏത് വഴി കൂടെ നടക്കണമെന്നുള്ളത് അങ്ങ് പഠിപ്പിച്ചതാ. ഈശോയോട് പ്രാർത്ഥിക്കുമ്പോഴുള്ള മനോഭാവം, പ്രാർത്ഥിക്കേണ്ട രീതി, പ്രാർത്ഥിക്കേണ്ട തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ട് നിൽക്കുമ്പോഴും ഇങ്ങനെ അങ്ങ് പ്രാർത്ഥിച്ചേക്കണം, കർത്താവേ, ഇതുവരെ അങ്ങനെ അനുഗ്രഹിച്ചിട്ടുണ്ട്, അങ്ങ് സർവശക്തനാണ്, അങ്ങിൽ മാത്രമാണ് ഞാൻ ആശ്രയിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നടക്കേണ്ട വഴി എന്നെ പഠിപ്പിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് മറ്റൊരു വലിയൊരു കാര്യം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ കാണുന്നുണ്ട്, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. ഒന്ന്, അങ്ങയുടെ വഴി നടത്തണം. 2 പ്രധാനപ്പെട്ട കാര്യം 10-ാമത്തെ വാക്യത്തിൽ, അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം. ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിഷമം ഇതെടുത്ത് മാറ്റാൻ ഈശോയ്ക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. കർത്താവിനൊരു പ്ലാനുണ്ട്. ഇപ്പം എൻ്റെ പ്ലാൻ ഇതാണ്, ഈശോയെ ഇതിങ്ങനെ മാറിക്കിട്ടണം, ഇതിനിങ്ങനെ ഒരു സൊല്യൂഷൻ കിട്ടണം, ദിസ് ഈസ് മൈ പ്ലാൻ. പക്ഷേ ഈശോയ്ക്കൊരു ബെറ്റർ പ്ലാൻ എപ്പോഴും ഉണ്ട്. ഈശോയ്ക്കൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോഴും മത്തായി 6:10 ഈശോ പഠിപ്പിക്കും, അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. പരിശുദ്ധ അമ്മ മാതാവ് പ്രാർത്ഥിച്ചതല്ലേ, ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ. അപ്പം നമ്മുടെ ഉള്ളിലും ഇപ്പം സങ്കടങ്ങളേറി നിൽക്കുകയാണ്, ബുദ്ധിമുട്ടുകളുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു പരീക്ഷയുണ്ട്, വലിയൊരു പരീക്ഷണം നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് മാറിക്കിട്ടണമെന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം, ഇത് ഈ വഴി പോകണം എന്നുള്ളതാണ് നമ്മുടെ ഹിതം. പക്ഷെ നമ്മൾ വളരെ എളിമയോടുകൂടി പ്രാർത്ഥിക്കാൻ പറ്റണം. 143:10, കർത്താവേ, അങ്ങയുടെ ഹിതം അത് അനുവർത്തിക്കണം, അങ്ങയുടെ ഇഷ്ടം നടപ്പിലാക്കണം. നമ്മൾ സങ്കീർത്തനം 40:8, വളരെ സുന്ദരമായൊരു സങ്കീർത്തനം, അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, കർത്താവേ, അങ്ങയുടെ ഇഷ്ടം നടത്തുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊണ്ട് ഇന്ന് നമ്മൾ ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ ബുദ്ധിമുട്ടുകൾ, നമ്മുടെ വിഷമങ്ങളെല്ലാം ഇറക്കി വെക്കേണ്ടത് തീർച്ചയായിട്ടും ഈശോയുടെ മുമ്പിലാണ്. ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ, മൊത്തം ഇരുട്ട്, അടുത്ത സ്റ്റെപ്പ് എങ്ങോട്ട് വെക്കണം എന്ന് അറിഞ്ഞുകൂടാ, ഒരു ടോട്ടൽ എംപ്റ്റിനെസ്, വല്ലാത്ത നിസ്സഹായാവസ്ഥ നിൽക്കുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ടതിനെ കുറിച്ചാണ് ഈ സങ്കീർത്തനം 143 പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് ദാവീദ് നമ്മളെ പഠിപ്പിക്കുന്നത്. കർത്താവിലേക്ക് കൈനീട്ടുക, കർത്താവ് ചെയ്ത അനുഗ്രഹങ്ങളെ ഓർക്കുക, കർത്താവിൻ്റെ ഇഷ്ടം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, ദൈവഹിതം നടക്കട്ടെ. ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഇപ്പോൾ ഉള്ള അടഞ്ഞു കിടക്കുന്ന ഈ വാതിൽ എന്തു തന്നെ ആവട്ടെ, എൻ്റെ ഈശോയുടെ ഇഷ്ടം നടക്കണം. ആ ഈശോയുടെ ഇഷ്ടം നടക്കാൻ വേണ്ടി അത് നടത്തുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷമെന്നും നമ്മൾ തീരുമാനിക്കണം. അതിന് സാധിക്കട്ടെ. നിങ്ങൾ സമയമെടുത്ത് നമ്മൾ ഈ പറഞ്ഞത് കൂടാതെ തന്നെ ഈ 143 സങ്കീർത്തനം നന്നായിട്ടൊന്ന് എടുത്ത് വായിക്കുക, പ്രാർത്ഥിക്കുക. വലിയ ബോധ്യങ്ങൾ പരിശുദ്ധാത്മാവ് തരട്ടെ. മുമ്പോട്ടുള്ള യാത്രയിൽ വഴി നടത്തുന്ന കരുണ നിറഞ്ഞ ഈശോയുടെ സാന്നിധ്യം, സ്നേഹം അറിയാൻ ഇടയാവട്ടെ. ഈശോയുടെ നാമത്തിൽ നമുക്ക് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞു ചിന്ത അവസാനിപ്പിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, ആമേൻ.